എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സുഖമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയുറക്കത്തിലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരോട് എനിക്കൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഞാനധികവും നമ്മുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആയിരിക്കും അധികം ഇടാറ്. അപ്പോൾ എന്നും ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ ഇടുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ പൊതുവേ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല ഞാനിരിക്കുന്നത്. അതുകൊണ്ടാണ് അധികം ഈ പുഴയുടെ സൈഡും അതൊക്കെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. പിന്നെ വീട്ടമ്മ ആയതുകൊണ്ട് തന്നെ തോന്നുന്നു പുറത്തേക്ക് ഇറങ്ങാനുള്ള പെർമിഷനൊന്നും അല്ലാണ്ട് ഇവിടെ അടുത്ത് കടകളൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ മാത്രമാണ് ഞാൻ പുറത്തേക്ക് പോവാറ്. അപ്പോൾ കിട്ടുന്ന വീഡിയോസുകളാണ് അധികം ഞാൻ ചിലപ്പോൾ ഇടാറൊക്കെ. ചിലപ്പോൾ മാർക്കറ്റിൽ പോകുന്ന വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ ഇടുന്നത്. പിന്നെ എന്നും ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോകൾ ഇട്ടാലൊരു സുഖം ഉണ്ടാവില്ലല്ലോ. പിന്നെ പ്രകൃതി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ പുഴയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. ഇന്ന് ഞാനൊരു നമ്മുടെ അംബികാനന്ദൻ തൃശ്ശൂർ എന്ന് പറഞ്ഞ ഒരു ചാനലില്ലേ, ആ ചാനൽ ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിൽ കാണാറുണ്ട്. എല്ലാ ദിവസങ്ങളും അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ അവരുടെ വീഡിയോസ്. വളരെ സിമ്പിളായിട്ടാണ് വീഡിയോസ് ഇടുന്നതെങ്കിലും കുറേ മെസ്സേജുകൾ അദ്ദേഹം പാസ് ചെയ്യാറുണ്ട്, ആ സ്വാമി പാസ് ചെയ്യാറുണ്ട്. അതിൽ ഇന്ന് ഇട്ട വീഡിയോസിൽ അമ്മ ഭക്ഷണം കഴിക്കുന്നതാണ് ഇടുന്നത്. എങ്കിലും അമ്മ ഒരു ദ്വാരകയിലെ ഒരു കഥ പറഞ്ഞു തന്നു. നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ഒരു കഥ. അതിൽ അഹങ്കാരമാണ് മനുഷ്യനെ ആപത്തിലേക്ക് നയിക്കുന്നത് എന്ന് പറയുന്നൊരു തന്നെക്കാളും വലിയവൻ ആരും ഇല്ല എന്നുള്ളൊരു അതാണ് മെസ്സേജ് കൊടുക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഞാൻ വലിയവനാണ് അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവനുണ്ടല്ലോ, ആ ഒരു സ്വഭാവ രീതി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. കാരണം നമുക്കൊരിക്കലും മറ്റുള്ളവരെ പോലെ ആവാൻ കഴിയില്ല. നമ്മൾ എന്നും നമ്മൾ തന്നെയാണ്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവ വൈകല്യം ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ചാൽ ഇത് ഒരു തരം ദേഷ്യ മനോഭാവം, ഈഗോ ഒക്കെ പറയില്ലേ, അങ്ങനെ. പക്ഷെ അതെല്ലാം മാറ്റിയെടുക്കണം. നമ്മളെന്നും നമ്മൾ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ പോലെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ കാലിൻ്റെ ചോട്ടിലേക്ക് നമ്മൾ നോക്കണം. അതാണ് അതിൻ്റെ ശരി. നമ്മളെക്കാളും താഴെയുള്ള എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ട്, എത്ര ഇല്ലാത്തവർ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ. അതൊന്നും നമ്മൾ മനസ്സിലാക്കാണ്ട് നമ്മളെക്കാളും ഉയർന്ന ആൾക്കാരുകളെയാണ് നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കാറ്. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്താ ശരിക്കും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെക്കാളും താഴെ എത്ര ആൾക്കാരുണ്ട്, ഭക്ഷണം കിട്ടാത്തവർ എത്രയുണ്ട്, കൈകാലുകൾ അങ്ങനെ സ്വാധീനമുള്ളവരും കൈയില്ലാത്തവരും അങ്ങനെ ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് എന്ന് നമ്മൾ കാണണം. എങ്കിലും മാത്രമാണ് ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും തന്ന് നമ്മളെ ദൈവം സൃഷ്ടിച്ചില്ലേ, അതൊക്കെ മനസ്സിലാക്കണം. നമ്മളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുക. മറ്റുള്ളവരെ പോലെ നമ്മൾ അങ്ങനെയാണ് എന്ന് ചിന്തിച്ചാൽ നമ്മൾ തോറ്റുപോവേ ഉള്ളൂ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. പിന്നെ അഹങ്കാരം, അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു ഇൻഫോർമേഷനാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറഞ്ഞത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ അഹങ്കാരം ഒന്നിനും നന്നല്ല, അത് അറിയാം. ഒരുപാട് കഷ്ടതകളിലൂടെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തരക്കേടില്ലാത്ത ജീവിതം തന്നെയാണ് കേട്ടോ കൂട്ടുകാരെ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ജീവിതമാണ്. കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.